അങ്ങനെ നമ്മൾ ദേ മുംബൈയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാനുള്ള പാക്കിംഗ് എല്ലാം ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാം അത് നമ്മളെടുത്ത് പുറത്ത് വെച്ചിരിക്കേണ്ട കാരണം എന്ന് വെച്ചാൽ പെയിൻ്റ് അടിക്കാൻ 2 ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാതും നോക്കുകയാണ്, എവിടെയാണ് എന്താണെന്നൊക്കെ നോക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ചേട്ടന് ഭക്ഷണം കഴിക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ഉണ്ണികളുടെ സ്കൂളിലേക്ക് പോകണമല്ലോ, അപ്പോൾ ഇവർ നേരത്തെ വരികയും ചെയ്തു. ഞങ്ങൾ പോയി വരുമ്പോഴേക്കും എല്ലാ പെയിൻ്റ് അടിക്കും ക്ലീനാക്കി വെക്കാമെന്നൊരു പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പെയിൻ്റ് അടിച്ച് കഴിഞ്ഞിട്ട് റൂമും കൂടി ഒന്നുകൂടി ക്ലീൻ ആക്കണമെന്ന് ചോദിച്ചപ്പോൾ അതിന് വേറെ എക്സ്ട്രാ പൈസ കൊടുക്കണേ. അപ്പോൾ നമ്മൾ പറഞ്ഞു വേണ്ട, നിങ്ങൾ പെയിൻറ്റ് മാത്രം അടിച്ചാൽ മതി, ക്ലീനിങ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞു. അതിനുശേഷം നമ്മൾ സ്കൂളിലേക്ക് പോവാണ്. അത് കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് പിന്നെ സമയമില്ല. നമുക്കൊരു 5 മണി ആവണേക്കാളും മുന്നേ തന്നെ നമുക്ക് ഇവിടെ നിന്ന് വെക്കേറ്റ് ചെയ്തിട്ട് നമുക്ക് മുംബൈയിലേക്ക് പോകണം കേട്ടോ. ഇത് സ്കൂൾ വിട്ട് വന്നതിന് ശേഷം നമ്മുടെ യൂണിവേഴ്സിറ്റിയിലുള്ള ചെറിയൊരു പാർക്കാണ് കേട്ടോ. ഉണ്ണികൾ ഇവിടെ കളിക്കാനൊക്കെ വരാറുണ്ട്. അപ്പോൾ അവർ ഇനി ഇത് വിട്ടു പോവല്ല, അപ്പോൾ അവർക്ക് ഭയങ്കര ഒരു വിഷമം. അപ്പോൾ അതുകൊണ്ട് അമ്മ കുറച്ച് നേരം ഞങ്ങളൊന്ന് കളിച്ചോട്ടെ, ഞങ്ങൾക്ക് ഇനി ഇവിടേക്ക് വരാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ഉണ്ണികൾ രണ്ടാളും കുറച്ച് നേരം കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് കേട്ടോ. ഉണ്ണികൾക്ക് പുതിയ സ്ഥലത്തേക്ക് പോണതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ അവർക്ക് കുറേ വേണ്ടപ്പെട്ട ആൾക്കാരുണ്ടല്ലോ, അവർക്കും വിട്ടു പോണതിൻ്റെ ഒരു ചെറിയൊരു വിഷമമുണ്ട് കേട്ടോ. മെയിനായിട്ട് കുഞ്ഞിപ്പാറിൻ്റെയും കുഞ്ഞാറ്റേരും ബെസ്റ്റ് ഫ്രണ്ട് അഡോണി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ ഒരുമിച്ചാണ് സ്കൂളിൽ പോണതും ഡേ കെയറുള്ളതൊക്കെ അവർ ഒരുമിച്ചാണ്. പിന്നെ ഈ അഡോണേനെ ഒന്നും കാണാൻ പറ്റില്ല, ഒരുമിച്ച് പോകാൻ പറ്റില്ല, അങ്ങനത്തെ വിഷമങ്ങളൊക്കെ ഇരുന്ന് പറയുന്നുണ്ടായിരുന്നേ. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല ഉണ്ണിയെ, വീഡിയോ കോൾ വിളിക്കാം, നമുക്ക് ഇടയ്ക്ക് നമുക്ക് അങ്ങോട്ട് വരാം, അവർ അങ്ങോട്ട് വരും, നമ്മുടെ അടുത്തേക്ക് വരും എന്നൊക്കെയും പറഞ്ഞ് ഒന്ന് സമാധാനപ്പെടുത്തിയിട്ട്. അപ്പോൾ പോണേക്കാളും മുന്നേ ഒന്ന് അഡോണേനെ ഒന്നും കൂടി പോയി കണ്ടിട്ട് വരാം, ടാറ്റ ബൈ ബൈക്കും പറഞ്ഞിട്ട് വരാമെന്നൊക്കെയും പറഞ്ഞേ. പക്ഷെ നമുക്ക് സമയം ഉണ്ടായിരുന്നില്ല, കാരണം എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ച് വന്നപ്പോഴേക്കും ഒരു സമയമായി. ഇതിൻ്റെ ഇടയിൽ വീണ്ടും നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടോ. കാരണം കുഞ്ഞിപ്പാറുവിൻ്റെ ബ്ലഡ് ടെസ്റ്റിന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്രൂവലായെന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും പോവല്ല, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകാമെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും ക്ലിനിക്കിലേക്ക് പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ടാണ് കേട്ടോ വന്നു. കഴിഞ്ഞാൽ നാളെ അപ്രൂവൽ വരും. അപ്പോൾ നോക്കിയാൽ പെയിൻ്റൊക്കെ അടിച്ച് പോയി. അതിന് ശേഷം ഞാനിവിടെ വന്ന് ഒന്നും കൂടി നല്ലപോലെ കഴുകി, ബാത്റൂമിലേക്കും കഴുകി, റൂമിലേക്കും ഒന്നും കൂടി കഴുകിയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ റൂം സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഈ റൂമിനോട് നമ്മൾ ഇനി വിട പറയാണ് കേട്ടോ. നല്ല റൂമായിരുന്നു കേട്ടോ. നമുക്ക് കുറേ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വന്നതൊക്കെയും ഈ റൂമിൽ വന്നപ്പോഴാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഷെയറിങ് റൂമിലിരുന്ന സമയത്ത് നമുക്ക് ഷെയറിങ് കിച്ചണിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണല്ലോ. ഉണ്ണികളുടെ സൗണ്ട് കേൾക്കുമ്പോൾ അത് ബുദ്ധിമുട്ട്. പിന്നെ അപ്പുറത്തെ ആൾക്കാർ നല്ല ആൾക്കാർ തന്നെയായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമുക്കൊരു കംഫർട്ടായിരിക്കില്ലല്ലോ. ഉണ്ണികൾ വരുമ്പോഴും അവർക്ക് നേരത്തെ എഴുന്നേറ്റ് പോകുമ്പോഴും അവരും ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് കിടക്കായിരിക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അത് ശരിയാവില്ല. പിന്നെ കിച്ചണിലായിരുന്നു ഏറ്റവും ബുദ്ധിമുട്ട്. നമുക്ക് എന്തെങ്കിലും കുക്ക് ചെയ്യാനോ അതിനൊക്കെ ഒരു നമുക്ക് എപ്പോഴും ഒരു പ്രൈവസി ആയിട്ട് നമ്മുടെ ഒരു കിച്ചണും കാര്യങ്ങളൊക്കെ ഉണ്ടാവണത് ഒരു വലിയൊരു ആഗ്രഹമായിരിക്കും അല്ലേ. അപ്പം ആ സമയത്ത് ഈ സ്റ്റുഡിയോയ്ക്ക് നമ്മൾ വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് സന്തോഷിച്ചിട്ടാണ് ഈ സ്റ്റുഡിയോയിലേക്ക് വന്നേട്ടാ. അതുപോലെ തന്നെ ഒരുപാട് നല്ല നല്ല കാര്യങ്ങളും ഈ സ്റ്റുഡിയോയിൽ ഉണ്ടായിട്ടുണ്ട്. നല്ല റൂമും കാര്യങ്ങളൊക്കെ ആയിരുന്നു. എല്ലാം നമ്മുടെ അടുത്തടുത്തുണ്ടായിരുന്നു. സൂപ്പർ മാർക്കറ്റ് ആണെങ്കിലും ക്ലിനിക്ക് ആണെങ്കിലും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാ കാര്യങ്ങളും പാക്ക് ചെയ്ത് വന്നിട്ടോ. അപ്പോൾ ഈ ചേട്ടൻ ഞങ്ങൾ ആദ്യം ഒരു സാധനങ്ങളൊക്കെ എടുത്ത് കൊണ്ടുവയ്ക്കാൻ വേണ്ടിയിട്ട് ഒരാളോട് വിളിച്ച് ചോദിച്ച ആൾ സാധനങ്ങളൊക്കെയും കണ്ടപ്പോൾ അവർ പറഞ്ഞു 350 ദിർഹം വേണമെന്ന്. ഈ സാധനങ്ങൾ താഴെ എത്തിച്ച് പിന്നെ വെച്ചിട്ട് പിന്നെ അവർ തിരിച്ച് ഷാർജയിൽ നമ്മൾ കൊണ്ടുവന്ന് ഇറക്കി തന്നേന് 350 ദിർഹം പറഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു അയ്യോ വലിയ കട്ടിലൊക്കെ ഇടയ്ക്ക് അങ്ങനത്തെ ഒന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ നിങ്ങൾ 350 ദിർഹം എന്നൊക്കെയും പറഞ്ഞപ്പോൾ നമ്മൾ വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ ഇതേപോലെ ചേട്ടൻ വീണ്ടും നമ്മൾ എല്ലാ സാധനങ്ങളും എടുത്ത് വെച്ചിട്ടാണ് ഇവർ ഓക്കെ ആണെന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ആദ്യം പറയുന്നത്. പക്ഷെ അവർ ഇത്രയും പ്രൈസ് പറയും നമ്മൾ വിചാരിച്ചില്ല കേട്ടോ. അപ്പം നമ്മൾ പിന്നെയും ഇതേപോലെ ചേട്ടൻ പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഓരോരുത്തരും ചോദിച്ച് അപ്പോൾ ഇതേപോലെ ഒരു പാകിസ്ഥാൻ ചേട്ടൻ കണ്ടു. അപ്പോൾ അവർ ഇങ്ങോട്ട് വന്നപ്പോൾ അവർ പറഞ്ഞു 150 ദിർഹത്തിന് സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. പക്ഷേ സാധനങ്ങൾ എടുത്ത് വയ്ക്കാൻ നമ്മളും ഹെൽപ്പ് ചെയ്യണം കേട്ടോ. ആൾ കുറച്ച് സാധനങ്ങൾ എടുത്ത് വയ്ക്കും, നമ്മളും ബാക്കിയുള്ള സാധനങ്ങൾ എടുത്ത് വയ്ക്കണം കേട്ടോ. അപ്പം ഞാനും ചേട്ടനും ഉണ്ണികളും എല്ലാവരും കൂടിയിട്ട് അവരവരെ കയ്യിൽ ഒതുങ്ങുന്ന സാധനങ്ങൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് താഴേക്ക് എടുത്ത് വെച്ചു കേട്ടോ. അതേപോലെ തന്നെ വണ്ടിയിൽ കയറ്റാനും ഞങ്ങളെല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്ത് എല്ലാതും കയറ്റി വെച്ചു കേട്ടോ. ഇനി ആ ചേട്ടൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെയും അയച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഈ വണ്ടിയിൽ തന്നെ നമുക്ക് കയറി പോയാലോ എന്ന് വിചാരിച്ചിട്ടോ, നമ്മുടെ നാട്ടിലേക്കും പോലെ. പക്ഷേ ഇവിടെ അത് പറ്റില്ല കേട്ടോ. നമുക്ക് ഞാനും ചേട്ടനും ഒറ്റയ്ക്കാണെങ്കിൽ പിന്നെ അവർക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷേ ഉണ്ണികളുള്ളത് കൊണ്ട് ഫ്രണ്ട് സീറ്റിലൊന്നും ഇരുത്താൻ വരാൻ പറ്റില്ല. അപ്പോൾ അവർക്ക് ഫൈനും കാര്യങ്ങളൊക്കെയും വരും. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ലൊക്കേഷനും കാര്യങ്ങളൊക്കെയും ഈ ചേട്ടനെ അയച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതിനോട് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഈ ചേട്ടനെ വിട്ടയച്ചു. എന്നിട്ട് നമ്മൾ ഇനി അടുത്തൊരു കാറ് വിളിച്ചിട്ട് നമുക്കിനി ഷാർജയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ അത്രയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിലത്തെ വിശേഷങ്ങൾ. ഇനി ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് നമുക്ക് അവിടെ പോയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക്